ഇന്നലത്തെ വോട്ട് പറയണ്ടായിരുന്നു ഗബ്രിക്കാണ് ഏറ്റവും കുറവ് വോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഗബ്രിയാണ് പുറത്ത് പോകാൻ കൂടുതൽ ചാൻസ്. വോട്ടിംഗ് വൈസ് പുറത്ത് പോകാൻ ചാൻസ് കൂടുതലാണ്. എന്താ വെച്ചാൽ അത് മാത്രമല്ല, പുറത്തൊരു ജനവിഭാഗത്തിന് എതിർപ്പുണ്ട് ഗബ്രി അവിടെ നിൽക്കുന്നത്. ഗബ്രി കളികൾ അത്ര ശരിയല്ല, ഒന്നുമല്ല ചെയ്യുന്നത്. ഗബ്രി ആക്റ്റീവാണ്, സംസാരിക്കേണ്ടത്, ഗെയിം പ്ലേ ചെയ്യേണ്ടത്. പക്ഷേ പലവർക്കും ഗബ്രിയോട്, പ്രേക്ഷകർക്ക് അയാളുടെ ഗെയിമിനോടോ ഇതിനോടൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. മെയിനായിട്ട് എന്ന് വെച്ചാൽ ഗബ്രി അവിടെ ജാസ്മിനോട് നടത്തുന്ന കാര്യങ്ങളും ഇഷ്ടവും തുറന്ന് പറയുന്നെങ്കിലും കല്യാണം കഴിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പല പ്രശ്നങ്ങൾ കാരണം പലർക്കും അതിനോട് ഒരു താല്പര്യമില്ല ഗബ്രി കോംബോയോട്. ഇപ്പോൾ ജാസ്മിനടുത്ത് എന്താണ്, എനിക്കിതിന് ഇഷ്ടമാണ്, പുറത്ത് പോകുമ്പോൾ കല്യാണം കഴിക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞവനെങ്കിൽ നമുക്കൊരു കോംബോ ആയിട്ട് പേളി ശ്രേയും ഒരു കോംബോ ആയിട്ട് നമുക്കത് കണ്ട് ഇഷ്ടപ്പെട്ട് ഇവർക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇതുണ്ടെങ്കിൽ കോംബോ കളിച്ച് നല്ലപോലെ ഒരു ടോപ്പ് 5 വരെ എത്താൻ പറ്റും. പക്ഷേ ഇവർ ആ രീതിയിൽ കളിക്കണില്ല. ആൾക്കാരെ വെറുപ്പിച്ചും പല രീതിയിലാണ് ഇവർ കളിക്കുന്നത്. അതുകൊണ്ട് ഇവരെ പല ജനവിഭാഗങ്ങൾക്കും ഇഷ്ടമല്ല. ഇപ്പോൾ ഇന്നലത്തെ പോളിങ്ങിൽ ഏറ്റവും അവസാനം വന്നിരിക്കുക ഗബ്രി തന്നെയാണ്. മിക്കവാറും പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ വീക്കിൽ തന്നെ പവർ റൂമിൽ നിന്ന് 2 പേര് ഇറങ്ങുമെന്ന് പറഞ്ഞു. അതിൽ മെയിൻ ഗബ്രി തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം മിക്കവാറും ഈ എവിക്ഷൻ ടെസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഗബ്രിയെ മനഃപൂർവ്വം ഇറക്കിയതായിരിക്കാം. മെയിനായിട്ട് പുള്ളിക്കാരൻ ആക്റ്റീവായിരിക്കാം, എല്ലാമായിരിക്കും. പക്ഷേ ഗെയിമിനോടോ ഒന്നിനോടോ ഒരു വലിയ ഇത് തോന്നിക്കല്ല പലർക്കും. എന്നാൽ ബിഗ് ബോസ് വീട്ടിലെ പലർക്കും ഗബ്രിനോട് വലിയ താല്പര്യമില്ല. ഇപ്പോൾ എന്താണ് അർജുൻ ശ്രീതു കോംബോ നോക്കിയാൽ പലർക്കും ഇഷ്ടമാണ്. ചില ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ 2 ലക്ഷം വ്യൂസ് വരെ കിട്ടേണ്ട അവരുടെ ഒരു കോംബോ കിട്ടാൻ. അതുപോലെ ഇവർ നല്ലൊരു കോംബോ കളിച്ചെങ്കിൽ ഇവർക്കും കിട്ടിയത്. പക്ഷേ ഇവരെ കോംബോ അവർക്ക് ഇഷ്ടമല്ല. ഇനി ഇവയിൽ ഗബ്രി പോയി കഴിഞ്ഞാൽ ജാസ്മിൻ എങ്ങനെയൊക്കെ കളിക്കുക, ഒറ്റക്ക് ഏത് കളി പ്ലാൻ എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയണം. വെച്ചാൽ ഇത്ര നാളും ഗബ്രി ഉണ്ടായിട്ടാണ്. പക്ഷെ എനിക്ക് ജാസ്മിൻ കളിക്കുന്നതായിട്ട് ഗബ്രി സിബിൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഗബ്രിക്ക് ജാസ്മിൻ ഇല്ലാണ്ട് കളിക്കാൻ പറ്റില്ല. പക്ഷേ ജാസ്മിന് ഗബ്രി ഇല്ലെങ്കിൽ നന്നായിട്ട് കളിക്കും. പിന്നെ സിബിൻ പറഞ്ഞ പോലെ ജാസ്മിൻ എന്തായാലും കളിക്കാനാണ് കൂടുതൽ ചാൻസ്. സോ നല്ലൊരു പ്ലെയർ വൈസ് നല്ലൊരു പ്ലെയറാണ്. പേഴ്സണൽ സ്വഭാവമൊക്കെ വെച്ച് പലർക്കും ഇഷ്ടപ്പെടില്ല. പക്ഷേ ആസ് എ പ്ലെയർ വെച്ച് നോക്കുമ്പോൾ ഗുഡ് പ്ലെയർ തന്നെയാണ്. നല്ലപോലെ വർത്താനം പറയാനും ആക്റ്റീവായിട്ട് ഇപ്പോൾ ഈ 2 വീക്കിലൊക്കെ നന്നായിട്ട് ആക്റ്റീവായി കളിക്കാൻ നോക്കുന്നുണ്ട് പുള്ളിക്കാരി. പക്ഷേ ഈ ഗബ്രീൻ്റെ വർത്താനവും ഇതൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും രാത്രി വർത്താനവും സംസാരവും അത് കാണുമ്പോൾ പോവും, ആ ഒരു മടുപ്പ് പോവും ഇതിനോടുള്ള. അപ്പോൾ ഇനി ഗബ്രി പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും മിക്കവാറും നമുക്ക് കാണാം എങ്ങനെയൊക്കെ കളി. ഇവരെ കോംബോ പോയി. ഇനി അർജുൻ ശ്രീതു കോംബോ ആണ് മെയിനായിട്ട്. അവർക്ക് നല്ലൊരു സ്വീകാര്യത ഉണ്ട് പുറത്ത്. പിന്നെ ഗബ്രിക്ക് പുറത്തുള്ള എന്തായിരിക്കും കാര്യങ്ങൾ, പ്രശ്നങ്ങൾ വേറെ വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഇവന് ഇവളോട് ഇഷ്ടമാണ്, പുറത്ത് കല്യാണം കഴിക്കാൻ പറഞ്ഞെങ്കിൽ ഇവനക്ക് നല്ലപോലെ നിൽക്കായിരുന്നു. ഇത്രയും വോട്ടിംഗ് കുറയില്ല, ഇവ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു. പക്ഷേ ഇന്നത്തെ കയ്യിലിരിപ്പുണ്ട്, വോട്ടിംഗ് കുറയുകയും ചെയ്തു, എല്ലാം പോയി. പിന്നെ നമുക്ക് നോക്കാം ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്. ഏറ്റവും വോട്ട് ലാസ്റ്റ് ഇവൻ തന്നെയാണ്. ഈ വീക്കെൻഡിലൂടെ നമുക്കറിയാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡ് എന്തായാലും ആരട്ടം പറയും, അറിയാൻ പറ്റും.